ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിൻ്റെ മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് NCERT കെമിസ്ട്രി ക്ലാസ് +1 ദ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. അതിനകത്ത് നമ്മൾ മിക്സ്ചറുകൾ എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ, ദെൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, റൗണ്ടിങ് ഓഫ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 5 ലോസ് കണ്ടു, ഡാൾട്ടൺ അറ്റോമിക് തിയറി കണ്ടു. ഈ വീഡിയോസിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ചെക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണും. ഇതിനകത്ത് നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസ്. അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസ്. സോ നമ്മൾ പതിയെ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രി ആസ്പെക്റ്റിലേക്ക് കടക്കുകയാണ്. സോ ഇൻ ദ കേസ് ഓഫ് അറ്റോമിക് മാസ് ഓർ ദ മോളിക്കുലർ മാസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ, ഒരാറ്റത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ആണ്. ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്താൽ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ മാസിന്റെ സമ്മാണ് ആ ഒരു ആറ്റത്തിന്റെ സം എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോണിന്റെ മാസ് കൺസിഡർ ചെയ്യാത്തത്, ദ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ടു നെഗ്ലിജിബിൾ ഓൺ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി പ്രോട്ടോൺ ആൻഡ് ദ ന്യൂട്രോൺ. ഇനി നമ്മൾ ഒരു മാസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ബേസിക്കലി സ്പീക്കിംഗ് ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എക്സാക്ട് മാസ് അല്ല, നമ്മളൊരു റിലേറ്റീവ് മാസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു കാര്യത്തെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് വെക്കുന്നു, അതിന്റെ എത്ര മടങ്ങാണ് ബാക്കിയുള്ളത് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കോക്കനട്ട് എടുക്കുന്നു. ഒരു കോക്കനട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. കോക്കനട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. വാട്ടർ മിലണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. ഒരു വാട്ടർ മിലണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. നേരെ മറിച്ച് നമ്മൾ വേറൊരു സാധനം എടുക്കുന്നു, പംകിൻ. നമ്മളൊരു പംകിൻ എടുക്കുന്നു. ആ പംകിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് an ആർബിട്രറി വാല്യൂ, ജസ്റ്റ് ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കോക്കനട്ടിന്റെ വെയിറ്റിനെ 1 യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്താൽ, വാട്ടർ മിലണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ കോക്കനട്ടിന്റെ ഇരട്ടിയാണ്. സോ അത് 2 യൂണിറ്റ് ആണ്. പംകിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ എത്ര മടങ്ങാണെന്ന് പറയുന്നതാണ് റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആറ്റങ്ങൾ എടുക്കുമ്പോൾ, ഏതൊരു ആറ്റം എടുത്താലും ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റോമിക് നമ്പറും ഉണ്ട്, അതുപോലെ തന്നെ മാസ് നമ്പറും ഉണ്ട്. ഒരു സെയിം ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അതിന് മാറ്റം വരില്ല. ബട്ട് ഡിഫറെന്റ് മാസ് നമ്പറുകൾ വരാം. ആ ഡിഫറെന്റ് മാസ് നമ്പർ വരുന്ന സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. ഐസോടോപ്പ് എന്ന് പറയുന്നത്, ഐസോടോപ്സ് ആർ ദ സ്പീഷീസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ, but different mass number. അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന കാര്യത്തെ ഡിഫൈൻ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? പ്രോട്ടോണിന്റെ എണ്ണം കൊണ്ടാണ്, പ്രോട്ടോൺ നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൂടെ കൂടിച്ചേർന്നതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൂടെ കൂടിച്ചേരുന്നതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ എന്ത്? ഇതിനകത്തെ ഒരു ആറ്റത്തെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ എടുത്ത ഒരു ആറ്റമാണ് എന്ന് പറയുന്നത് കാർബൺ 12 ഐസോട്ടോപ്പ്. അതായത് കാർബണിന്റെ ഒരു 12 ഐസോട്ടോപ്പ് എടുക്കും. ദാറ്റ് മീൻസ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് C12. ദാറ്റ് ഈസ് കോൾഡ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഒരു കാർബൺ 12 ഐസോട്ടോപ്പിന്റെ വെയിറ്റ്, വാട്ട് ഈസ് ദ മാസ് ഓഫ്? ഇഫ് യു ആർ ടേക്കിംഗ് ദ മാസ് ഓഫ് 1 C12 ആറ്റം, ഒരു C12 ആറ്റം എടുക്കുന്നു, അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെയിറ്റ് എന്താണോ അതിനെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. വാട്ട് ഈസ് അറ്റോമിക് മാസ് യൂണിറ്റ്? അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ദി 1/12th mass of a carbon 12 atom. കാർബൺ 12 ആറ്റത്തിന്റെ വെയിറ്റിന്റെ 1/12th മാസ് ആണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവര് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 1 AMU എന്ന് പറയുന്നത് എക്സ്പെരിമെന്റിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ദാറ്റ് വാല്യൂ ഈക്വൽ ടു 1.66 into 10⁻⁻24 ഗ്രാം, അല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റിയാൽ 1.66 into 10⁻⁻27
kilogram. Clear? 27 kilogram. So, fine. So, നമ്മൾ എന്ത് ചെയ്തു 1.66 into 10 raised to minus 24 gram എന്ന് പറയുന്നതിന് ഒരു സിംഗിൾ യൂണിറ്റ് അസ്യൂം ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 AMU. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 AMU. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.6736 into 10 raised to minus 24 gram ആണ്. ഇതാണ് എക്സാക്ട് വെയിറ്റ്, അതായത് എക്സാക്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.6736 into 10 raised to minus 24 gram ആണ്. നമുക്ക് ഈ പറയപ്പെടുന്ന ഹൈഡ്രജന്റെ വെയിറ്റിന് എക്സാക്ട് വെയിറ്റിന് ഒരു റിലേറ്റീവ് വെയിറ്റ് ആയിട്ട് പറയണം. അതായത് അറ്റോമിക് മാസ് യൂണിറ്റിന്റെ ടേംസിൽ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്ര ഗ്രാം ആണെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ എന്ത് കിട്ടും? 1.6736 into 10 raised to minus 24 divided by 1.66 into or 1.66056 exactly എടുത്താൽ 056 into 10 raised to minus 24. 10 raised to minus 24, 10 raised to minus 24 cancelled up. So you will get 1.0078 AMU. അതായത് റെഫറൻസ് എന്ന് പറയുന്നത് 1 AMU ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.0078 AMU ആയിരിക്കും. ദിസ് ഇസ് നത്തിങ് ബട്ട് 1.008 AMU. നമ്മൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്തു. അതായത് ഡെസിമൽ പ്ലേസിന് 3 സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. ഓക്കെ, ഫൈൻ, ക്ലിയർ. ഇൻ ദ സെയിം വേ നമ്മളിപ്പോൾ ഒരു ഓക്സിജൻ ആറ്റം എടുത്താൽ ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതേ രീതിയിൽ AMUന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്താൽ വി വിൽ ഗെറ്റ് 15.995 AMU. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എന്തെന്ന് എഴുതാൻ പറ്റും? 16 AMU എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റിനെ കീപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്? ഒരു കാർബൺ 12 ആറ്റം എടുത്തിട്ട് ആ കാർബൺ 12 ആറ്റത്തിന്റെ വെയിറ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നതാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതൊരു റെഫറൻസ് വാല്യൂ ആണെങ്കിൽ അതിന്റെ എത്ര മടങ്ങാണ് ഓരോന്നിന്റെയും വെയിറ്റ് വരുന്നത്, അതിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത് വരുന്ന കോൺസെപ്റ്റ് ആണ് ദാറ്റ് ഈസ് കോൾഡ് ആവറേജ് അറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ഐസോട്ടോപ്പുകൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഒരു ആറ്റം അല്ലെ എലമെന്റ് എടുത്താൽ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത് പല ഐസോട്ടോപ്പുകൾ ആയിട്ടായിരിക്കും. ഉദാഹരണം എടുത്താൽ ഫോർ എക്സാമ്പിൾ വെൻ യു ടേക്ക് കാർബൺ എന്ന് പറയുന്നത് C12 ഉണ്ട്, C13 ഉണ്ട്, C14 ഉണ്ട്. നമ്മളൊരു 100 ഗ്രാം സാമ്പിൾ എടുത്താൽ അതിനകത്ത് 98.892% എന്ന് പറയുന്നത് കാർബൺ 12 ആയിരിക്കും. 1.108% എന്ന് പറയുന്ന കാർബൺ 13 ആയിരിക്കും. 2 into 10 raised to minus 10% എന്ന് പറയുന്നത് കാർബൺ 14 ആയിരിക്കും. ഇവയുടെ വെയിറ്റിനെ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിൽ എടുത്താൽ ഇത് 12 AMU ആണ്. കാരണം 1/12 മാസ് ഓഫ് ദി കാർബൺ 12 ആയതുകൊണ്ട് 12 യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 AMU എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് 13.00335. വാല്യൂസ് കാണാതെ പഠിക്കേണ്ട, ആകെ പഠിക്കേണ്ടത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് മാത്രമാണ്. 14.00317 അറ്റോമിക് മാസ് യൂണിറ്റ് ആയിരിക്കും. നമുക്കപ്പോൾ വേണ്ടത് ഇതിന്റെ ആവറേജ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സാമ്പിളിനകത്ത് ഈ 3 ഉള്ളപ്പോൾ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ പെർസെൻറ്റേജിനെ അതിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ സമ്മ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആവറേജ് അറ്റോമിക് മാസ്. സോ വാട്ട് യു ഗെറ്റ്? യു ക്യാൻ ടേക്ക് 98.892 into 12 plus 1.108 into 13.00335 plus 2 into 10 raised to minus 10 multiplied by 14.00314 divided by 100. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12.011 U. അറ്റോമിക് മാസ് യൂണിറ്റിനെ ഒന്നെങ്കിൽ നമുക്ക് U എന്നോ അല്ലെങ്കിൽ AMU എന്നോ റെപ്രസെന്റ് ചെയ്യാം. U എന്ന ആൻസർ കിട്ടും. സോ ഇതാണ് എന്ത് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മളൊരു മോളിക്യൂൾ എടുത്താൽ മോളിക്യൂളിൽ എന്തുണ്ട്? മോളിക്യൂളിനകത്ത് ആറ്റം ഉണ്ട്. അപ്പോൾ മോളിക്യൂളുകളുടെ ആറ്റങ്ങളുടെ വെയിറ്റുകളെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ മാസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ CH4 എടുത്താൽ CH4 എടുക്കുമ്പോൾ ഒരു കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 12.011 അറ്റോമിക് മാസ് യൂണിറ്റ് U പ്ലസ് ഹൈഡ്രജൻ 4 into 1.008 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ രണ്ടോടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16.043 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ ഇതാണ്
ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ദി മാസ് ഓഫ് 1 മീഥൈൻ മോളിക്യൂൾ. ഒരു മീഥൈൻ മോളിക്യൂളിന്റെ വെയിറ്റ് ആണ് 16.043 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഗ്രാമിൽ വേണം എന്ത് ചെയ്താൽ മതി? 16.043 നമ്മൾ 1.66 ഇൻറ്റു 10⁻⁻24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഒരു മീഥൈൻ മോളിക്യൂളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാമിൽ കിട്ടും. ഒരു മീഥൈൻ മോളിക്യൂളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാമിൽ കിട്ടും. ഫൈൻ, ക്ലിയർ. ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു പുതിയ കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസസ്. മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസസ്. Mole concept and molar masses. So, when you are taking one atom, for example, if you are taking one hydrogen atom, its weight is equal to 1.008 atomic mass unit. ഇതെന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് ആണ്. ഗ്രാമിലേക്ക് മാറ്റിയാൽ 1.008 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 gram. Then if you are taking 1 mole of hydrogen atom, what is this 1 mole of hydrogen atom? Now 1 mole of hydrogen atom is nothing but 6.022 into 10⁻23 hydrogen atom. That means if this is the weight of one hydrogen atom, the weight of 6.02 into 10⁻23 atom will be equal to 6.022 into 10⁻23 into 1.008 into 1.66 into 10⁻⁻24. So see, it is the weight of 6.022 into 1.008 into 1.66. So you will get it around 10.076 into 10⁻23 into 10⁻⁻24 എന്ന് പറയുമ്പോൾ 10⁻⁻1 എന്ന് കിട്ടും. So this is equal to 1.0076 grams. This is the weight of what? This is the weight of 1 mole of atom. That is called grams per mole. So 1.0076 is the mass of 1 mole of hydrogen atom. Mass of 1 mole of hydrogen atom. Clear? In the same way, നമ്മൾ വേറൊരു ഉദാഹരണം നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു the mass of carbon 12 atom, 1 carbon 12 atom എന്ന് പറയുന്നത് എന്താ? ഡിവൈഡ് ബൈ 12 ആണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം അല്ലെങ്കിൽ 1 AMU എന്ന് പറയുന്ന സാധനം. അപ്പൊ അതായത് മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം എന്ന് പറയുന്നത് ഈ 12നെ ഇപ്പുറത്തോട്ട് വിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 12 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ 1 മോൾ ഓഫ് കാർബൺ 12 ആറ്റം എടുത്താൽ 1 മോൾ എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. When you multiply with the 1.66 into 10⁻⁻24 again multiplied with the 12 means you will get almost around 6.022 into 1.66 into 12 will give you 6.0, it will be give you 119.95 or 96 into 10⁻⁻1. This is equal to 11.996 in the kittum. So this is nothing but approximately equal to 12 grams per mole. Okay, 12 grams per mole. Fine. So we have find out the mass of 1 mole of substance. So when you are taking
when you are taking the mass of 1 mole of any substance. Mass of 1 mole of any substance in grams is called molar mass. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ചിലയിടത്ത് എഴുതുന്ന കാർബൺ 12ന്റെ മാസം എന്ന് പറഞ്ഞ് എഴുതും 12.011 u. ചിലയിടത്ത് എഴുതും കാർബൺ 12ന്റെ മാസം എന്ന് പറഞ്ഞ് 12.00 grams per mole. What is the difference? ഈ എഴുതി വെച്ചിരിക്കുന്നത് it is the mass of one carbon atom. ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് ആണ് 12.001 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. 12 grams per mole എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 mole ഓഫ് കാർബൺ ആറ്റം. ഒരു മോള് കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് ആണ് 12 grams per mole എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് എത്ര ആറ്റം ഉണ്ട്? ഇതിനകത്ത് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. ഇനി 1 mole ഓഫ് ആറ്റം എടുത്താൽ നമുക്ക് അവിടെ കിട്ടുന്നത് അറ്റോമിക് മാസ് ആണ്. 1 mole ഓഫ് മോളിക്യൂൾ എടുത്താൽ അവിടെ നമുക്ക് കിട്ടുന്നത് മോളിക്കുലർ മാസ് ആണ്. ഫൈൻ, ക്ലിയർ. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ദ മോളാർ മാസ് ഓഫ് വാട്ടർ മീൻസ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ ഒന്ന് 1, 2, 2 plus 16 that is equal to 18. This 18 grams per mole എന്ന് പറയുന്നത് it is the molar mass of water. വാട്ടറിന്റെ മോളാർ മാസ് ആണ് ഇതെന്ന് പറയുന്നത്. ക്ലിയർ? വാട്ടറിന്റെ മോളാർ മാസ് ആണ്. ഇൻ ദ സെയിം വേ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുത്താൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓക്സിജൻ ആറ്റം എടുക്കുന്നു. 1 mole ഓക്സിജൻ ആറ്റം എടുക്കുന്നു. 1 mole ഓക്സിജൻ ആറ്റം എടുത്താൽ അതിന്റെ വെയിറ്റിനെയാണ് ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു 16 grams per mole. വാട്ട് ഈസ് ദിസ്? ഇതെന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. അല്ല, ഇതിനെ വിളിക്കും ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ദിസ് ഈസ് കോൾഡ് gram atomic mass of oxygen, or it is called 1 GAM of oxygen. 1 GAM of oxygen. അതേ സമയത്ത് നമ്മളൊരു ഓക്സിജൻ മോളിക്യൂൾ എടുത്താൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് 1 മോളിന്റെ മാസ് എന്ന് പറയുന്നത് 32 grams per mole ആയിരിക്കും. ഈ 32 grams per mole വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ. ഈ 32 gram മാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രാം മോളിക്കുലാർ മാസ്, or it is called 1 GMM. It is called gram molecular mass or 1 GM. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കി വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു വട്ടം കൂടി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. As a token of gratitude, please like this particular video, share with your friends, subscribe to our channel. ഡിഫറെന്റ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്, നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. മോൾ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് SLC 10th കെമിസ്ട്രി ക്ലാസ്സിനകത്ത് ഒരു 2 വീഡിയോ കിടപ്പുണ്ട്. അതിൽപ്പം കൂടി ഫണ്ടമെന്റൽ ആയ കാര്യങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതുകൂടെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. താഴ്ന്ന ക്ലാസ്സിൽ ഒരു വീഡിയോ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും നഷ്ടം ഉണ്ടാവില്ല. സോ അതുകൂടെ കാണാനായിട്ട് ശ്രമിക്കാം. ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റി എന്തോ ഫീഡ്ബാക്ക്, പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, അതുകൂടി കമന്റ് സെക്ഷനിൽ പറയുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.